തൃപ്പങ്ങോട്ട് മഹാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. വർഷങ്ങൾക്ക് ശേഷം ഈ തൃപ്പങ്ങോട്ട് നടയിൽ ഒരുമിച്ച് കൂടാൻ സർവ്വവരദാനിയായ ദേവി കൃപ ചൊരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃപ്പങ്ങോട്ടെ പെൺപ്രജകളിൽ പ്രധാനിയായ രാധ ഉടവാൾ പൂജ നടത്തി ദേവീനാമജപത്തോടെ പൂർണ്ണ കുംഭം ശിരസിലെന്തി 3 പ്രദക്ഷിണം പൂർത്തിയാകുന്നതോടുകൂടിയാണ്. രാജഭരണകാലം കഴിഞ്ഞുവെങ്കിലും തൃപ്പങ്ങോട്ടെ പുതുറാണിയായി വാഴാനെത്തിയ രാധയെ ദേവീനാമത്തിൽ ഉടവാൾ പൂജയ്ക്കായി നിയോഗിക്കുന്നു. എല്ലാം മംഗളമായി ഭവിക്കട്ടെ.
ഒറ്റയ്ക്ക് വേണം പ്രദക്ഷിണം ചെയ്യാൻ. മനസ്സിടറരുത്, പ്രാർത്ഥന മുറിയരുത്. ദേവിയെ വന്ദിക്കാനല്ലാതെ നടത്തം നിർത്തരുത്. തുടങ്ങിക്കോളൂ. 3 വട്ടം പൂർണ്ണ പ്രദക്ഷിണം നടത്തി കുംഭം ദേവീ നടയിൽ തിരികെ കൊണ്ടുവരണം. അച്ഛാ, സുഭദ്രാമേ, ശക്തി തരണേ, അനുഗ്രഹിക്കണേ. നീ പ്രദക്ഷിണം പൂർത്തിയാക്കരുത്. കുംഭം നിലത്ത് വയ്ക്ക്, ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും നിനക്കും കുടുംബത്തിനും. അവസാനമായി പറയുക, നീ ഈ കുംഭം നിലത്തിട്ട് ചടങ്ങ് മുടക്കണം. ദേവീ കോപാണെന്ന് ആൾക്കാർ പറയും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരും എന്നേക്കുമായി. മകൻ അച്യുതല്ല, എൻ്റെ മകൻ കാശിനാഥന തൃപ്പങ്ങൂരിൻ്റെ അവകാശി. ഞാൻ പറഞ്ഞതനുസരിക്കാത്തതുകൊണ്ട് നിന്റെ മകന് നിന്റെ അച്ഛൻ്റെ വിധി തന്നെ ഞാൻ വിധിക്കുന്നു. ജലസമാധി. സാറേ ഒന്ന് നിൽക്കുക സാറേ, പ്ലീസ് സാറേ നിൽക്കണം സാറേ. സാറേ ഒരു നിമിഷം നിൽക്കണം സാറേ, പ്ലീസ്. എന്തോ പ്ലാൻ എ പൊളിഞ്ഞു എന്നറിയാം. രാധ ചടങ്ങ് മുടക്കിയില്ല. പക്ഷേ നമ്മുടെ പ്ലാൻ ബി കുറച്ച് കൂടിപ്പോയെന്നാണ് എൻ്റെ സംശയം. അല്ല, ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ സാർ? സാറൊന്ന് ഓർത്ത് നോക്കി. അന്ന് പനിച്ച് ബോധം കെട്ട് കിടന്നപ്പോൾ മരുന്നിനേക്കാൾ ഉപകാരപ്പെട്ടത് ഈ ഒരു കുട്ടിയാണ് സാറേ. എന്തിൻ്റെ പേരിലായാലും അതിനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ ആ
അവനെ ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞ അവളെ ഉപദ്രവിക്കുകയാണെന്നർത്ഥം. ഇന്നിപ്പോ തൃപ്പങ്ങോട്ട ഉത്സവം പൂർത്തിയാക്കി വിജയത്തിന്റെ പരകോടിയിലെത്തി. അവൾ ആ തറവാട്ടിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ അവൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ല. പകരം പൊട്ടിക്കരയണം. നാളെ ക്ഷേത്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ചെളിയിലും പായലിലും മുങ്ങിയ ആ പയ്യന്റെ മൃതശരീരം ആളുകൾ മുങ്ങിയെടുത്ത് അവളുടെ കാൽ ചുവട്ടിൽ വയ്ക്കുമ്പോ അതായിരിക്കും തൃപ്പങ്ങോടിന്റെ പുതിയ രക്ഷാധികാരിക്ക് മേഘനാഥൻ കൊടുക്കുന്ന സമ്മാനം. എന്താ എന്തു പറ്റി? മേഘനാഥൻ എന്താ പറഞ്ഞേ? അച്ഛനെ അയാള് അയ്യോ സാറേ, അത് വേണ്ട സാർ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ പാവം കുട്ടി. എന്നാ പിന്നെ മര്യാദയ്ക്ക് വായടച്ചിരുന്നോണം. മേഘനാഥൻ അറിയാം ഏത് എപ്പോ എങ്ങനെ ചെയ്യണോന്ന്. അതിന് തടസ്സം നിൽക്കുകയോ കൂടെ നിന്ന് ചതിക്കുകയോ ചെയ്ത പറഞ്ഞു തരണ്ടല്ലോ ഞാൻ. ഉത്സവം സെന്റിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കറങ്ങി നടക്കാതെ വേഗം വീട്ടിൽ പോവാൻ നോക്ക്. എന്റെ വഴിയിൽ തടസ്സം നിൽക്കരുത്. ഈശ്വര, ചതി നടന്നല്ലോ. നിക്കടാ അവിടെ. എനിക്ക് വീട്ടിൽ പോണം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു പാവമാണ്. മേഘനാഥൻ എന്ത് ചെയ്താലും നീ അറിയാതെ പോകില്ലെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് പറഞ്ഞോ. അച്ചു എവിടെ ഇപ്പം? എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടില്ല ഒരു അച്ചുവിനെ. പറയണ, എന്റെ മോനെവിടെ? അവനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? എന്റെ പൊന്നു പ്രസാദ്, നീ എന്നോട് ക്ഷമിക്ക്. ആ കുട്ടിയെ കൊല്ലാനാണ് മേഘസാറിന്റെ തീരുമാനം. കൊല്ലാനോ? അതെ, നിന്നോടും രാധയോടുള്ള വാശി തീർക്കാൻ ചടങ്ങ് കഴിഞ്ഞ് രാധ ഇറങ്ങി വരുമ്പോ ആ കുഞ്ഞിന്റെ മൃതദേഹം സമ്മാനമായി തരുമെന്ന മേഘസാർ പറഞ്ഞത്. എടോ പൊന്നെ, എന്റെ മോനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ നിന്നെ, ആ മേഘനാഥനെ. പറയണ നായേ, അവരെവിടെ? എന്റെ മോനെ അവരെവിടേക്കാ കൊണ്ടുപോയേക്കുന്നതെന്ന്? പഴയ അമ്പലക്കുളത്തിലേക്ക്. അത് ചേറും ചെളിയും പോഞ്ഞു നടക്കുന്ന പോവാ. ആ കുളത്തിൽ വീണ കരയ്ക്കേറാൻ പറ്റുന്നത് ഉറപ്പാ. എന്റെ ദൈവമേ. അയ്യോ, നിന്റെ മകൻ നിന്റെ അച്ഛന്റെ വിധി തന്നെ ഞാൻ വിധിക്കുന്നു. ജലസമാധി.
മോനെ അച്യുത്. നാഥനങ്കിൾ ഇവരെന്നെ പിടിച്ചോണ്ട് വന്നതാ. ഒന്ന് വിടാൻ പറയോ? എനിക്ക് എന്റെ അച്ഛന്റെ അടുത്ത് പോണം. ഓ, ഞാൻ പറഞ്ഞിട്ടാ ഇവര് നിന്നെ കൊണ്ടുവന്നത്. ഇനി നീ ഒരച്ഛൻ്റെ അടുത്തേക്കും പോവില്ല. നിന്നെ ഒന്ന് കുളിപ്പിച്ചെടുക്കാനാ എന്റെ തീരുമാനം. അങ്കിൾ പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. അങ്കിൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യോടാ മോനെ. എന്റെ മകന് പകരമായി നിന്നെ അരിയും പൂവിട്ട് തൃപ്പങ്ങോട്ട് വാഴിക്കാനാ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ശ്രമം. അത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ നിന്റെ അമ്മയ്ക്കും അച്ഛനും ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. നിന്റെ ഈ ശാപം തന്നെ. അയ്യോ, എനിക്ക് പോണം. എന്നൊന്നും ചെയ്യില്ലേ? പിടിച്ചോണ്ട് വാടാ ആ കുട്ടി പിശാചിനെ. നിക്കടാ അവിടെ. എന്നെ വിട്. എനിക്ക് അച്ഛന്റെ അടുത്ത് പോണം. എന്നെ വിട്. എന്നെ വിട്. എനിക്ക് പേടിയാവുന്നു. വിട്. എനിക്ക് അച്ഛന്റെ അടുത്ത് പോണം. നാഥനങ്ങൾ പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. നിന്ന് പിടയ്ക്കാതെ അവിടെ. ഇവനെ എറിയട്ടെ കുളത്തിലേക്ക്. അയ്യോ വേണ്ട. ഞാൻ അങ്കിളിന്റെ മോനെ പോലെയാണെന്നല്ലേ പറഞ്ഞേ. അങ്കിളിന്റെ മോനെ അങ്ങനെ സംഭവിച്ച അങ്കിൾ സഹിക്കോ? അതുപോലെയല്ലേ ഞാനും. അങ്കിൾ പ്ലീസ്, എന്നെ വെറുതെ വിട്. പ്ലീസ് അങ്കിൾ പ്ലീസ്. ഇല്ല, എന്റെ മോനെ പോലെയാ ഞാൻ പണ്ട് നിന്നെ കണ്ടത്. പക്ഷെ എന്റെ ശത്രുവിന്റെ മകൻ ഒരിക്കലും എന്റെ മകനെ പോലെ ആവുന്നില്ല. കാശിനാഥന് പകരം ആ സിംഹാസനത്തിൽ നിന്നെ കയറ്റിയിരുത്താൻ ഞാൻ സമ്മതിക്കില്ല.